എടാ ദുർഗാമ്മ ചോദിച്ചാ എന്ത് മറുപടി പറയും? എന്ത് ചോദിക്കാൻ? നമ്മള് വാടക വീട്ടിലേക്ക് മാറുന്ന കാര്യം. തൽക്കാലം ഒന്നും പറയാൻ നിൽക്കണ്ട. അച്ഛൻ വരട്ടെ, എന്നിട്ട് സംസാരിക്കാം. നീ വാ. എന്റെ ദൈവമേ, എന്റെ ദുർഗേച്ചിക്ക് ഒരു ആപത്തും വരുത്തരുതേ. കാത്തോളണേ എന്റെ ഭഗവാനെ. എന്താ സുനന്ദി? എന്താ മോനെ ആദ്യം എന്താ അമ്മയ്ക്ക് എന്താ? അയ്യോ എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? അയ്യോ എന്റെ ദുർഗേച്ചി, ഞാനിത് എങ്ങനെ സഹിക്കും? നിങ്ങളോടല്ലേ ചോദിച്ചത് ദുർഗാമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്? എന്റെ ദുർഗേച്ചി പറയൂ സുലാന്റി. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്ത്? ദുർഗേച്ചിക്ക് ഹാർട്ട് അറ്റാക്കാ. ആദ്യമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. അധികം വൈകാതെ ദുർഗേച്ചി നെഞ്ചുവേദനയോടെ താഴേക്ക് വീഴുവായി. എന്നിട്ട് അപ്പൊ തന്നെ ആതിരയെ ഞാനും കൂടെ ദുർഗേച്ചി എടുത്ത് കാറിനകത്ത് കയറ്റി ആതിരയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ, എന്റെ ദുർഗേച്ചിക്ക് ഒരു ആപത്തും വരുത്തരുത്. അത്രയ്ക്ക് നല്ല തങ്കം. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അല്ല, ഏത് ഹോസ്പിറ്റലിലാ? ഏത് ഹോസ്പിറ്റലാ? അതൊന്നും എനിക്ക് അറിയത്തില്ല മോനെ. നീ ആതിരയെ വിളിച്ച് ചോദിക്കും. അയ്യോ എന്റെ ദുർഗേച്ചി. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ അവിടുത്തെ വിശേഷങ്ങൾ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കണേ. ഒന്നും വരുത്തല്ലേ എന്റെ ഭഗവാനെ. എന്താ ദുർഗയ്ക്ക് പറ്റി? പറയേ, എന്താ സംഭവിച്ചത്? നിലവിളിയും ഞെരക്കൊക്കെ കേട്ടാ ഞാൻ ദുർഗാന്റിയുടെ മുറിയിലേക്ക് ചെന്നത്. അപ്പൊ ദുർഗാന്റി നിലത്ത് വീണ് കിടക്കായിരുന്നു. ഭയങ്കര നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞു. സോലു ആന്റി ഓടി വന്നു. വേഗം ടാക്സി പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്നു. ഡോക്ടർ എന്താ പറഞ്ഞു? വന്ന ഉടനെ ഐസിയുലേക്ക് കയറ്റി. ഇപ്പൊ അവര് നോക്കുക. ഹാർട്ട് അറ്റാക്ക് ആണെന്നാ തോന്നുന്നു. ആദ്യേട്ടനും തുളസിയും വാടക വീട് നോക്കാൻ പോയത് മുതല് ദുർഗാന്റെ ടെൻഷനിലായിരുന്നു. അതായിരിക്കും ചിലപ്പോ ഹാർട്ട് അറ്റാക്ക് വരാൻ കാരണം. ഡോക്ടർ ഇതിനകത്തുണ്ടോ? ഡോക്ടറും നഴ്സുമാരും അകത്തുണ്ട്. ഭാഗ്യത്തിന് കാർഡിയോളജിസ്റ്റും ഉണ്ടായിരുന്നു. അവരപ്പൊ തന്നെ ഐസിയുലേക്ക് കയറ്റി. കാറിൽ കയറ്റി കുറച്ചു കഴിഞ്ഞപ്പോ ദുർഗാന്റിയുടെ ബോധം പോയി. ഐസിയുലോട്ട് കയറ്റുമ്പോ അനക്കം ഇല്ലായിരുന്നു. പ്രിയേ, പ്രിയേ, ഞാനിവിടെ എന്ത് ചെയ്യട്ടാ? എന്ത് ചെയ്യട്ടെ? കേൾക്കാൻ അത്ര സുഖമൊന്നും അല്ലാത്തൊരു വാർത്ത പറയാനാ ഞാൻ പ്രിയെ വിളിച്ചത്. എന്താ? ദുർഗേച്ചി ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്ത് പറ്റി ദുർഗേച്ചിക്ക്? അത് അറ്റാക്കാ. ഈശ്വര, ഞാനിപ്പോഴാ വിവരം അറിഞ്ഞത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിനക്കറിയില്ലേ? വേറെ ഒന്നുമല്ല, ആദിയും തുളസിയും വീട് മാറാൻ പോകുന്നു എന്നറിഞ്ഞതിന്റെ ഷോക്കാ.
അവര് വീട് മാറി താമസിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ദുർഗേച്ചിക്ക് സഹിക്കുമോ? പിള്ളേരെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ദുർഗേച്ചി സമ്മതിക്കില്ല. മനുഷ്യരിങ്ങനെ ആയാൽ എന്താ ചെയ്യാ? ആ വാടക വീട് അന്വേഷിക്കണ്ടായിരുന്നു. ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിഞ്ഞിട്ടാണോ വാടക വീട്ടിലേക്ക് മാറാൻ തീരുമാനിച്ചത്? ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോ എല്ലാരും അങ്ങനെ ചിന്തിച്ചു പോയി. എന്നാലും ചേട്ടാ, ഇതിനൊക്കെ കൂട്ടുനിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വല്ലാത്ത വിഷമം. അതിന് നീ വിഷമിക്കുന്ന എന്തിനാ? നീ എന്ത് തെറ്റ് ചെയ്തിട്ടാ? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചല്ലേ പറ്റൂ. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാണെന്ന് വിചാരിക്കുക, അത്രേ ഉള്ളൂ. ഡോക്ടർ, ഞാൻ ദുർഗയുടെ ഹസ്ബൻഡാണ്. എനിക്കറിയാം സാറിനെ. ACP അല്ലേ? ആ അതെ. ദുർഗയ്ക്ക് അത് പിന്നെ അത്ര സന്തോഷകരമായ ഒരു മറുപടി പറയാൻ എനിക്കിപ്പോ കഴിയില്ല. ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഞങ്ങൾ ആവതും ശ്രമിക്കുന്നുണ്ട്. അല്ല ഡോക്ടർ, ഞാനെന്നൊരു കാര്യം ചെയ്യാം. എത്രയും പെട്ടെന്നൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ദുർഗയെ മാറ്റാം. അതേതായാലും വേണ്ട. അത് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാക്കും. സഡൻ അറ്റാക്കായിരുന്നു. പെട്ടെന്ന് ഇവിടെ എത്തിച്ചത് എന്തായാലും നന്നായി. പെട്ടെന്നുണ്ടായ ഒരു ഷോക്കിൽ നിന്നാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായത്. എന്താ, അങ്ങനെ വല്ലതും ഉണ്ടായോ വീട്ടിൽ? ചെറിയ ചില ഫാമിലി ഇഷ്യൂസ്. ചെറിയ കാര്യമാണെങ്കിൽ പോലും ദുർഗയുടെ മനസ്സത് താങ്ങില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ദുർഗയുടെ കാര്യത്തിൽ അതൊക്കെ ഇനി ശ്രദ്ധിക്കേണ്ടി വരും. ഡോക്ടർ, ഡോക്ടർ, എനിക്ക് ദുർഗയൊന്ന് കാണാൻ പറ്റും? ഇപ്പൊ വേണ്ട, കാണാറാവുമ്പോ ഞാൻ പറയാം. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ അമ്മയ്ക്ക്? അറ്റാക്കാണെന്ന് ഡോക്ടർ പറയാം. ഇപ്പൊ ദുർഗാമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാമ? ഡോക്ടർ ഒന്നും പറഞ്ഞില്ല മോളെ. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സിസ്റ്റർ, ഞാൻ അകത്ത് കിടക്കുന്ന ദുർഗയുടെ മകനാ. എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം. ഡോക്ടറോട് ചോദിക്കണം, എന്നിട്ടേ അകത്ത് കയറ്റാൻ പറ്റൂ.
ഡോക്ടർ എന്താ വെച്ചാ സമ്മതിക്കാത്തെ? അവൾക്ക് അറ്റാക്ക് ആയിരുന്നില്ല മോനെ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. ദുർഗാമ്മയ്ക്ക് ഈ പെയിൻ ഉണ്ടായത് എപ്പോഴാ? നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തേക്ക് പോയതിനു ശേഷം എന്നാണ് ആതിര പറയുന്നത്. ആദ്യേട്ടൻ വാടക വീട്ടിലേക്ക് മാറുന്നു എന്നറിഞ്ഞപ്പോഴാ ദുർഗാന്റെ ഹാർട്ട് അറ്റാക്ക് ആയി വീണത്. ദുർഗാന്റിക്ക് എന്തെങ്കിലും പറ്റിയ നീ ആയിരിക്കും അതിന് ഉത്തരവാദി. നീ ഒറ്റ ഒരുത്തിയാ ദുർഗാന്റിക്ക് ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ കാരണക്കാരി. ദുർഗാന്റിയിൽ നിന്നും നീ ആദ്യമായിട്ടെന്നെ അടർത്തിക്കൊണ്ട് പോകുന്നത് ദുർഗാന്റിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് മതിയായില്ലടി. ഇതൊരു ഹോസ്പിറ്റലാണ്, ഇവിടെ വെച്ച് ഇത്തരം സംസാരങ്ങളൊന്നും വേണ്ട. അകത്ത് കിടക്കുന്നതേ ഞങ്ങൾക്ക് 3 പേർക്കും പ്രിയപ്പെട്ട ആളാ, മനസ്സിലായോ നിനക്ക്? എല്ലാവരും പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുകയാവും. അങ്ങനെ നിൽക്കട്ടെ. ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇതേ മാർഗമുള്ളൂ. അവൾ എൻ്റെ മോനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് മാറാൻ പോകുന്നു. ഞാൻ എൻ്റെ മോനെ വിട്ടുകൊടുക്കുമെന്ന് അവര് വിചാരിച്ചെങ്കിൽ അവർക്ക് തെറ്റി. ആരാ ആതിര? സിസ്റ്റർ, ഞാനാ. കുട്ടിയെ പേഷ്യന്റ് തിരക്കുന്നു. ആദ്യേട്ടനും അവളും പ്രസാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വാതിൽക്കല് നിൽക്കുക. എല്ലാവരും വളരെ വെളുത്ത നിൽപ്പ്. വലിയ ടെൻഷനിലോ, ഭയങ്കര ടെൻഷൻ. പ്രസാദങ്ങളിനാ ഏറ്റവും വലിയ ടെൻഷൻ. ഇപ്പൊ കണ്ട പാവം തോന്നും. ദുർഗാന്റി ഇവിടെ കിടന്നോ? ഇപ്പൊ ആരും കാണാൻ അനുവദിക്കണ്ട. ചേട്ടാ, ഞാനിവിടെ എത്തി. പിന്നെ ദുർഗേച്ചിയെ കണ്ടില്ല, അങ്ങോട്ട് പോവാ. ആ, കുഴപ്പമില്ല. ചേട്ടന് പെട്ടെന്ന് ഓഫീസിൽ പോകേണ്ടി വന്നതുകൊണ്ടല്ലേ. സാരമില്ല. ആ, എന്നാ ശരി ചേട്ടാ, ഞാൻ വിളിക്കാം.
പുറത്ത് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു പ്രശ്നവുമില്ല. ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല ആന്റി. പ്രസാദങ്ങളും ആദ്യേട്ടനും ആ വൃത്തിയായിട്ട തുളസിയൊക്കെ കരുതിയിരിക്കുന്നതേ ദുർഗാന്റിക്ക് ശരിക്കും ഹാർട്ട് അറ്റാക്ക് ആണെന്നാ. ഞാൻ അവളെ നല്ലതുപോലെ ചീത്ത പറഞ്ഞു. നീ ഒറ്റ ഒരുത്തി കാരണ ദുർഗാന്റിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാൻ കാരണമെന്ന് ഞാൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അതേതായാലും നന്നായി. ഇത് ഇവരൊക്കെ തമ്മിൽ ആലോചിച്ചുണ്ടാക്കിയൊരു പ്ലാന്, സംശയമില്ല. അവർക്ക് 3 പേർക്കും നല്ല ടെൻഷനുണ്ടോ? അങ്കിളിനും ആദ്യേട്ടനും ഉണ്ട്. അവരെ നിന്ന് വിയർക്കുക. കൊറേ വേർക്കട്ടെ. എന്നെ ഇത്രയും വേദനിപ്പിച്ചതല്ലേ, അതിനുള്ള ശിക്ഷ ഇങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റൂ. അവൾക്ക് ടെൻഷനൊന്നുമില്ല. അവള് ദുർഗന്റെ ഒന്ന് ചാവാൻ കാത്തിരിക്ക. അവള് കാത്തിരിക്കട്ടെ. ആരാ ആദ്യം ചാവുന്നതെന്ന് നമുക്ക് പിന്നീടറിയാം. ഇനി എന്താ ആന്റി നമ്മുടെ അടുത്ത പ്ലാൻ? ഇനിയാണ് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ പോകുന്നത്. മംഗള അപ്പച്ചി പറഞ്ഞ പ്ലാൻ. നീ നോക്കി നിന്ന് കാണല്ല. സിസ്റ്റർ, എന്താ മാഡം? എന്റെ മകൻ ആദിത്യൻ പുറത്ത് നിൽപ്പുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്ന് വിളിക്കാവോ? വിളിക്കാലോ. ആദിത്യനെ ദുർഗാ മേഡം തിരക്കുന്നു. ചെല്ല്. തീരെ വയ്യടാ. ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവ് എനിക്കുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നും പറയരുത് ആന്റി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആദി, എടാ, നീ അമ്മ ഇട്ടേച്ചു പോവോ? എന്താ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഞാൻ എന്റെ അമ്മയെ വിട്ടിട്ട് എവിടെ പോവാനാ? നീ അമ്മയെ വിട്ടിട്ട് പോവെന്ന് അറിഞ്ഞപ്പോ മുതല് എന്റെ ചങ്കിന് വേദന തുടങ്ങിയതാ.
നീ വാടക വീട്ടിലേക്ക് മാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആ വേദന അത് സഹിക്കാൻ വയ്യാതെയാ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണത്. അമ്മേ, ഡോക്ടർ ഇപ്പോഴും ഒരു ഉറപ്പും പറഞ്ഞിട്ടില്ല. നിന്റെ അമ്മ ഏത് നിമിഷവും മരിക്കാം. ആദി, അമ്മേ, നീ വാടക വീട്ടിലേക്ക് മാറുമോ? പറയടാ, നീ എന്നെ വിട്ടെങ്ങും പോവില്ലെന്ന് നീ ഒന്ന് പറ. ഇല്ലമ്മേ, ഞാൻ എങ്ങോട്ടും പോവില്ല. അങ്ങനെ പറഞ്ഞാ പോരാ. തകർന്നു പോയ എന്റെ ഹൃദയത്തിന് അല്പമെങ്കിലും ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ നീ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം. സത്യം ചെയ്യ, എന്റെ തലയെ കൈവച്ച് സത്യം ചെയ്യടാ. നീ വാടക വീട്ടിലേക്ക് അവള് ഒന്നിച്ച് മാറില്ലാന്ന്. അതെ, എന്താടാ, നിന്റെ അമ്മ മരിച്ചു പോട്ടെ എന്നാണോ? അമ്മ അങ്ങനൊന്നും പറയരുതമ്മേ. എനിക്കെന്റെ അമ്മയെ എന്നും കാണണം. എങ്കി എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്യ, നീ വാടക വീട്ടിലേക്ക് മാറില്ലെന്ന് സത്യം ചെയ്യ. സത്യം ചെയ്യ.